സൃഷ്ടിയുടെ ലക്ഷ്യം സൃഷ്ടാവിൽ എത്തിച്ചേരുകയാണ്. ഒരു നാൾ വരും ഈ ലോകത്തിലെ സമരങ്ങളും കോലാഹലങ്ങളും വേദനകളും പരിഭവങ്ങളും പരാതികളുമൊക്കെ മതിയാക്കി ആ വാഗ്ദത്ത ഭൂമി ലക്ഷ്യമാക്കിയുള്ള മടക്കമില്ലാത്ത യാത്ര. ആ യാത്ര തുടങ്ങുന്ന ആ തിരുനാൾ നിന്റെ തിരുനാൾ ഒരു വലിയ കാത്തിരിപ്പ് തന്നെയാണ്. സ്വർഗത്തിലേക്കുള്ള യാത്ര. ദൈവാംശം എന്നൊക്കെ പറയാവുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുമുണ്ട്. ആത്മാവ്. ഇടയ്ക്ക് ഈ കാട്ടിക്കൂട്ടലുകളുടെ ഇടയിൽ ആത്മാവ് എന്തോ മന്ത്രിക്കുന്നത് നാം കേൾക്കാറില്ലേ? കുരിശിലേക്ക് ഒന്ന് നോക്കാൻ, അതിൽ തല ചായ്ച്ച് ഉറങ്ങുന്നവന് പറയാനുള്ളത് കേൾക്കാൻ. അവന്റെ വാക്കിന് നീ ചെവിയോർക്കുന്ന നിമിഷം ഈ ലോകം നിനക്ക് മുൻപിൽ നിശബ്ദമാകും. ഈ പ്രകൃതി പോലും നിനക്ക് വേണ്ടി കാത്തു നിൽക്കും. കാരണം സകല പ്രകൃതി ശക്തികളും നീ നിന്റെ സൃഷ്ടാവിൽ വിലയം പ്രാപിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ആ യാത്രയിൽ നീ ഒറ്റയ്ക്കല്ല എന്ന് അവൻ ഉറപ്പു തരുന്നു. ഒരു പാതയുമായി അവനും നിന്റെ കൂടെയുണ്ട്. നമുക്ക് കൺതുറന്ന് കാത് കൂർപ്പിച്ച് മനസ്സ് തുറന്ന് മുൻവിധികളില്ലാതെ അവനോടൊപ്പം ആയിരിക്കാം. ആരാ? എന്നെ കണ്ടിട്ട് ആരാണോ? അല്ല എന്നാലും അതെ, എന്തോ ഒരു വിഷമം, ഒരു മൂകത പോലെ. മൂകതയൊക്കെ തന്നെ. പറ, നമുക്ക് വഴിയുണ്ടാക്കാം. എന്തോ മടുത്തു. എന്നും ഓഫീസും വർക്കും ഒരു ഒറ്റപ്പെടൽ പോലെ. അതിനിപ്പോൾ എന്താ ഒരു പോം വഴി? അറിയില്ല. കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ? ആ പള്ളിയും കൂട്ടുകാരും കളിയും ചിരിയും. ആ കണ്ണുകളൊന്നും മെല്ലെ അടച്ച് ആ കുട്ടിക്കാലം ഒന്ന് ഓർത്തേ. ഇനി പോയി ആ കൂട്ടുകാരോടൊപ്പം ഒന്ന് എൻജോയ് ചെയ്തല്ലോ.
മനോഹരമാണീ പ്രപഞ്ചം ദൈവത്തിൻ കരവിരുതല്ലോ. ചാരുതലറിയും സൃഷ്ടികളെല്ലാം കർത്താവിൻ വൈഭവവും കർത്താവിൻ വൈഭവവും. ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ ചങ്കാടന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ ചങ്കാടന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ ഈശോ ഒന്നാടി ഞങ്ങൾ പാടിയാടി തിമിർത്തിടും ഞാൻ എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ചങ്കിലെ ചോരയിൽ ചുറ്റി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ പാടി നൃത്തം സ്വാമിട്ടിടും ഞാൻ എന്നെ സ്വർഗത്തിലേക്കു നയിക്കാൻ തന്റെ ചങ്കിലെ ചോരയിൽ ചുറ്റി എന്നെ കാത്തിരിപ്പുണ്ടെന്റെ ഈശോ പാടി നൃത്തം സ്വാമിട്ടിടും ഞാൻ ചങ്കാടന്റെ ഈശോ എന്റെ ചങ്കിടി പാടന്റെ
ஏற்றி வச்சீங்க என்ன ஓடு வாழ வச்சீங்க உயிருக்கு ஏற்றி வச்சீங்க என்ன ஓடு வாழ வச்சீங்க
കരുണയുടെ സാഗരം കോരിക്കുടിച്ചൊരു കണ്ണീരു നെഞ്ചിലെ ആനഴിയാക്കുന്ന മണ്ണിന്റെ വിസ്മയം അമ്മ. ദേഹമഹിമാവിനാൽ ലോകമാതാവായി തീർന്നൊരമ്മ വരമഴ ചൊരിഞ്ഞു വരദായികേ നീ എന്നും എല്ലാ മനസ്സിലും നിറയുകില്ലേ. സകല ഗുണസമ്പന്നയായൊരു മറിയ സ്വന്തമാക്കി അവളെ തച്ച തരുണൻ വാക്കിനൊത്തം പോലെ തകതിയും പുരുഷനിന്നത് പോലിണങ്ങിക്കഴിഞ്ഞു മുതാ. ലോകരക്ഷകനായി മണ്ണിൽ വന്ന ഭഗവൻ സുതനമ്മ ഇവൾ
शक्तिपते वेदनादसुधे रावाळुर्विदन्द्योदके सर्वमूलप्रकृतिप्रजापते तत्त्वादितत्क्रियेकने जगत्साक्षिये मल्प्रणामम् भजपालकुलजातनवनीश्वरम् भजते सदा कन्यमर्यासुरम् करुणानिलयवेगभूरक्षकम् भजते सदा क्रिस्तुदेव प्रभुम् ണം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപഗന്ധാതികരണം ലോകത്തിൽ പാപത്തെ സ്വയമേറ്റ ചരിതം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജം തുച്ഛം കിംകരണീയം ഹൃദയക്ലേശം കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതുന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ പ്രമുഖനാം ശ്രീമുടനേടെ അന്നു നീ അതിഥിയായിട്ടെന്ന നേരം ഗർഭാതിശയമോ വൃഥ മൗഢ്യമോ കഷ്ട ആതിഥ്യമറിയാതെ ശീലം മറന്നു മണ്ണിലടന്നൊരു താരക പോലൊരു വിശുദ്ധ വേടി നിന്നരികിലെത്തി കണ്ണുനീരാളെ പദം നനച്ചു ചാരും കുന്നളത്താരതു തുടച്ചു പാവനയാക്കി ചമച്ചു അവളെ കല്ലെറിയാൻ വന്ന കൂട്ടരോടോടി ആവിയല്ലാത്തവർ കല്ലെറിയൂ പാപമുക്തിക്കായലഞ്ഞലഞ്ഞു 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജ്യം അന്തിമ ഭോജന വേളയിലറി ഇതിലൊരുവനൊട്ടിക്കൊടുക്കുമെന്നേ ചുംബനം കൊണ്ട്
വേദാന്തവിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ. 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടികളിലും മരക്കുരിശേന്തിയും കാൽവരിലെ കഥമതിശന്തയാനം ചാട്ടവർ അടിയേറ്റു പിഴയുന്നു നാഥൻ. രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേശിലൊപ്പി വഴോനിക്കയെന്ന പാപം. എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നതേ വേഷനിന്തിരുമുഖം. വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാപമമ്മ. ഗിരികൾ പിളർന്നു വസുന്ധര കുലുങ്ങി ദേവാലയ തിരശീല കീറി. സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. 3-ാം ദിനം ഉത്ഥാനമായി ശുദ്ധവസ്ത്രാംഗിത നിത്യമേഘം പോലെ വാനിലലിഞ്ഞു സ്നേഹമൂർത്തി. കാരുണ്യത്തോട് കൊണ്ടൊരു നാഥ ഭക്തന്റെ പാപങ്ങൾ ഭരിച്ച നാഥ യേശുനാഥ. കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ. ആരെനിക്കഭയമൻ യേശുനാഥ ലോകനാഥ. I have a reason to dance. I have a reason to shout. For I am filled with grace.
spice. Now I am writing the spice. എടിയേ എടിയേ എന്താ മനുഷ്യ രാവിലെ തന്നെ വന്ന് തൊള്ള തുറന്ന് അലർന്നേ? പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായം കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യമായത്? നിന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? പിന്നെന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. വല്ല പിരിവാണോ ഇനി? അതൊന്നും അല്ല, ഇന്ന് വീട് വെഞ്ചരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ പോയല്ലോ. ദേവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തം കെട്ടവന്മാർ ഒന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചരിപ്പും കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ എഴുന്നേക്കും തോന്നണില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലും തോണ്ടിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞോട്ട് നിൽക്കാണ്ട് ബാക്കിയെല്ലാം എന്നെ കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയിടും. എടിയേ, നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ തപ്പി എടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ. എടി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോകുന്നേ? ഞാൻ മേരി ആന്റിക്ക് घर से ले आती हूँ. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പുറത്തു പറയാൻ കൊള്ളത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല അവളുടെ സ്വഭാവം മോശ. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആ, ആയി വരുന്നു. ആ, എന്നാ നടക്കട്ടെ. ആ, ആരോ കഥകൾ മുട്ടുന്നു. അച്ഛൻ വന്നു എന്നാ തോന്നുന്നേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെയും കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്ത് ചെയ്യും? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് വാ. സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, കുറച്ചുനാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകപ്പാട് ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയ അര ദിവസം പോക്കാം. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്തുനിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറി വിളിക്കാൻ എനിക്ക് വയ്യച്ച. ആ കടമല്ല,
ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്നാ വെച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു? ഓണത്തിനല്ലേ? ആ എന്നാ ഒന്ന്. ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരാണ്? മാവേലി? നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് അർത്ഥം. അപ്പൊ നീയോ? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്, അച്ഛൻ കാണാത്ത. വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളി മുമ്പിൽ കണ്ടോണം. മക്കളെ, ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞു ഇവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ലച്ചാ, സൗകര്യത്ത് വരുമ്പോ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞ് വന്ന് ഇതിനൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഗുണം. എന്റെ ദൈവമേ, ഇതിലും നല്ലത് പോകാണ്ടേ ആയ. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസോസ് 5:22 മുതലൊന്ന് വായിച്ചേ. ബൈബിളും വേണം. ഓ, കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതക്കാലോ? ഇപ്പൊ മഴക്കാലല്ലേ? മിണ്ടാതിരിടാ. മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വേർപ്പിടാതെ ട്യൂഷന് വിട്ടു കഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താകാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളി വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയ അച്ഛാ, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേയില്ല. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല അച്ഛാ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. പൂജ്യനാമം സമ്പൂർണം പാവനം പാലനം ശോഭനം ആശ്രിതം ദയാശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം
സ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം വിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീലമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരമകല വിഷയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദി സ്വഭാവം
നിന്നിരു സവിധേ പ്രണമാഞ്ജലിയായി തൃപാദപൂജയ്ക്കായി മഹാജ്യോതിസ നിന്നിരു സവിധേ പ്രണമാഞ്ജലിയായി തൃപാദപൂജയ്ക്കായി സ്നേഹദീപമേ ഒരുവൻ ലോകം മുഴുവൻ നേടിയായി സ്വന്തം ആത്മാവ് നഷ്ടമായ എന്തു ഫലം? മാനവന്റെ ഇഹലോക ജീവിതത്തിലെ മുഴുവൻ ചെയ്തികൾക്കും പരലോകത്തിൽ പ്രതിഫലം ലഭിക്കും. നന്മ ചെയ്തവർ നീതിയുടെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്തും, തിന്മ ചെയ്തവർ നീതിയുടെ സിംഹാസനത്തിന്റെ ഇടത്തുഭാഗത്തേക്ക് മാറ്റപ്പെടും. ഇതാ വരും കാലഘട്ടത്തിന്റെ ആർത്തിരമ്പലിനായി കാതോർക്കാം. ഞങ്ങൾ അവതരിപ്പിക്കുന്നു സ്വർഗ്ഗത്തിന്റെ വാതിൽ. മരണം വരുമൊരു ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. മരണം വരുമൊരു ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും. സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ, അലസത കൂടാതെ. മരണം വരുമൊരു ഓർക്കുക മർത്യ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, ജീവിത ചെയ്തികളും. ദൈവമേ, ദേതാ ഈ സ്ഥലം? ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ. നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു. ഇനി കാണുന്നത് വല്ല സ്വപ്നമാണോ? നിങ്ങളാരാ? എന്റെ പേര് ടോമി. അല്ല, നിങ്ങളാരാ? നിങ്ങളെന്താ ഇവിടെ? ഞാൻ ജാക്സൺ, സ്റ്റാർ സിംഗറാ. റിയാലിറ്റി ഷോയ്ക്ക് പാട്ട് പാടാൻ പോയതാ. ഇന്ന് എന്റെ എലിമിനേഷൻ ആയിരുന്നു. ആ, ഫ്ലാറ്റ് കിട്ടുന്ന പരിപാടി അല്ലേ? ഞാൻ ഫ്ലാറ്റ് ആയതല്ലാണ്ട് എനിക്ക് ഫ്ലാറ്റ് ഒന്നും കിട്ടിയില്ലാന്നേ. അല്ല, ഏത് പാട്ടാ ചേട്ടൻ പാടിയേ? ആ ഹരിമുരളി രവം അതില്ലേ, അതാ ഞാൻ പാടിയേ. അതിനെന്താ, അത് നല്ല പാട്ടല്ലേ? മധുമൊഴി രാധ എന്നെ ഇവിടെ വരെ എത്തിച്ചേ. മധുമൊഴി രാധയോ? ആ, മധുമൊഴി രാധ നിന്നെ തേടി. ചേട്ടാ എന്ത് പറ്റി? വാ വാ, ഇവിടെ ഇരിക്ക്. എന്ത് പറയാനാ, ഈ പാട്ട് പാടി ശ്വാസം മുട്ടിയാ ഞാൻ മരിച്ചേ. അങ്ങനെ ഭൂമിയിൽ തന്നെ ഞാൻ എലിമിനേറ്റ് ആയി. പോട്ടെ ചേട്ടാ, ചേട്ടൻ ഇവിടെ വന്നിരിക്കി. ചേട്ടന് എന്റെ കഥ കേൾക്കണോ?
ഒരു ബിസിനസ്സുകാരനാ. എങ്ങനെയൊക്കെ ലാഭം ഉണ്ടാക്കാന്ന് ചിന്തിച്ച് രാത്രി കിടന്നുറങ്ങിയതാ. നേരം വെളുത്തപ്പോ ദാ ഇവിടെ നിൽക്കുന്നു. എന്താ സംഭവിച്ചേന്നോ എന്താ പറ്റിയെന്നോ എനിക്കറിയില്ല. ഇതാണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സ്വർഗം? ഏയ്, സ്വർഗം ഈ വാതിലിന് അപ്പുറത്തായിരിക്കും സ്വർഗം. എങ്കിൽ നമുക്ക് ഈ വാതിലൊന്ന് തുറന്നു നോക്കിയാലോ? ആ ശരി. ആ പിടിച്ചോ. തള്ള്, തള്ള്. ശരിക്ക് തള്ള്. ഓ. ശംഖൃമപമകരി ശംഖൃമപമകരി. അല്ല, ഇത് ഏതാ സ്ഥലം? പിള്ളേരെ, എന്താ നിങ്ങൾ ഈ കാട്ടണേ? ഞമ്മള് മൊയ്തീൻ മലപ്പുറത്തുനിന്ന ഇന്ന് രാവിലെ വയ്യത്തായി. ഒരു അന്തവും കുന്തം കിട്ടണില്ലല്ലോ. കുറെ നേരം നമ്മൾ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. സ്വർഗത്തിലെത്തിയിട്ട് വേണം ശരി ഇളനീര് കുടിച്ച് വിശ്രമിക്കാൻ. ഹാജിയാരെ, ഈ വാതിൽ തുറന്നാലേ നമുക്ക് സ്വർഗത്തിലേക്ക് അടക്കാൻ പറ്റൂ. ഞങ്ങള് കുറെ നേരമായി തുറക്കാൻ നോക്കുന്നു. എന്നിട്ടാ ഇത്ര നേരമായിട്ട് ഏത് സ്വർഗം തുറക്കാത്തെ? ഇതെന്താ സർക്കാർ ഓഫീസോ? നമ്മൾ ഇവിടെ തന്നെ കുത്തിയിരിക്കാം. വന്തല് പൊളിഞ്ഞാടൂ, വന്തല് പൊളിഞ്ഞാടൂ. ഒന്ന് നിർത്തിയേ. ദേ പുറത്തൊരു ബഹളം കേൾക്കുന്നു. ജാരതി ആ സമയത്ത് ഒച്ചെടുക്കണത്. നമ്മളൊന്ന് കാണട്ടേന്നേ. നമ്മളൊന്ന് കാണട്ടേന്നേ. നമ്മളൊന്ന് കാണട്ടേന്നേ. ഈ കിളവനെ കൊണ്ട് തോറ്റല്ലോ. ദൈവനാമത്തിൽ എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം മനസ്സിലാക്കിയവർ പറയട്ടെ ഹല്ലേലൂയ. കർത്താവിനെ സ്വീകരിച്ചവർ പറയട്ടെ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്താ വല്ല ഭസ്മാറുണ്ടോ? നിങ്ങൾ തൊള്ള തുറക്കാണ്ടിരിക്കുന്നേ. ഈ വാതിൽ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങളുടെ ബൈബിളില് ഈ വാതിൽ തുറക്കാനുള്ള സംഭവം ഉണ്ടോ? ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറന്നു കിട്ടും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വാതിൽ തുറന്നു കിട്ടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധീരതയോടെ നയിച്ചോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ, ലക്ഷം ലക്ഷം പിന്നാലെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെന്താത്? നിങ്ങളൊന്നും നിർത്ത്. തലയ്ക്ക് ഷൊയിരണ്ട. ദേ ഒരു മന്ത്രിയാണെന്ന് തോന്നുന്നു. ആരും അങ്ങോട്ട് വരുന്നുണ്ട്. നമസ്കാരം, നമസ്കാരം. ഞാൻ കേരള കുന്നച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഞാനൊരു രാഷ്ട്രീയക്കാരനാ. ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയതാ. റോട്ടിലെ ഗട്ടറിൽ വീണാ മരിച്ചത്. അല്ല, നിങ്ങളൊക്കെ എന്താ ഇവിടെ നിക്കണേ? ഇതല്ലേ മരിച്ചു കഴിയുമ്പോ ചെല്ലണ സ്വർഗം? സ്വർഗം ഇതൊക്കെ തന്നെ. പക്ഷെങ്കില് ഈ വാതില് തുറക്കണം. തുറന്നില്ലെങ്കിൽ തുറപ്പിക്കണോന്നേ. ഒരുമിച്ച് നിന്നാ ഏത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടോ? നമുക്കൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചാലോ? ഞാൻ തന്നെ പ്രസിഡന്റ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും, മരണം വരെയും സമരം ചെയ്യും. എന്താ എന്താ അവിടെ ഒരു പ്രശ്നം? പറയുന്നേ ഇതെന്തൊരു ഒച്ചപ്പാടും വേളൊക്കെ. ഈ വാതിൽ തുറക്കാൻ വേണ്ടി ഞങ്ങൾ സമരം ചെയ്യണതാ. കുഞ്ഞാടേ, നീ ആരാകുന്നു? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഭാസ്കരൻ. ആൾക്കാരെന്നെ
കള്ളൻ ഭാസ്കരൻ എന്ന് വിളിക്കും. പക്ഷേ ഇപ്പൊ ഞാൻ കള്ളനല്ല. കോട്ടയിലൊരു ധ്യാനം കൂടാൻ പോയി. മാനസാന്തരപ്പെട്ട് പഴയ തൊഴിലൊക്കെ ഉപേക്ഷിച്ചു. ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പോയി കുർബാന സ്വീകരിച്ച് പാടത്ത് പണിക്കിറങ്ങിയതാ. പോണ വഴിയില് ഒരു വണ്ടി ഇടിച്ചു മരിച്ചു. പോട്ടെ, ഇത് ഏതാ സ്ഥലം? വലിയ വാതിലൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതാണിനി സ്വർഗം. അത് തുറക്കാൻ വേണ്ടിയല്ലേ നമ്മൾ സമരം ചെയ്തേ. അതിനെന്തിനാ സമരം? തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ പറ്റിയ കുറെ ടൂൾസ് എന്റെ ഉണ്ടെന്നേ. ഇത് കണ്ട, ഈ താക്കോല് എന്തും തുറക്കും. ഇവൻ കിടക്കും. ആദ്യം നമുക്ക് ഈ വലിയ താക്കോൽ ഇട്ട് നോക്കാം. ഇത് ശരിയാവണില്ലല്ലോ. ഇത് ശരിയാവില്ല. ഈ വെള്ളിയുടെ താക്കോൽ ഇട്ട് നോക്കാം. ശരിയാക്കി തരാം. ഇത് ശരിയാവില്ല. ഈ വേണ പേടിക്കണ്ട. ഈ കോഴിത്തോലുണ്ടല്ലോ, തുറക്കാത്ത എത്ര വലിയ കൂട്ടായിട്ട് നിർത്തും. ഈ പൂട്ട് എനിക്കല്ല, ഒരു കളറും തുറക്കാൻ പറ്റില്ല. ഗോദ്രേജിനൊക്കെ വലിയ പൂട്ടാണ്. കുഞ്ഞാടെ, ഇതിലേതാ സ്വർഗത്തിന്റെ താക്കോല്? ഇയാളൊന്നും മിണ്ടാതിരുന്നേ, കുറെ നേരമായില്ലോ. നിങ്ങൾ ഈ വാതിൽ തുറക്കാൻ നോക്ക്. എനിക്ക് പറ്റുന്നു തോന്നല്ല. ഞാൻ സകല പണിയെടുത്തു. ഇത് തുറക്കാൻ പറ്റില്ല. ഞാൻ പൊണ്ണു ചെയ്യാനാ, ഞാൻ പുറത്തേക്കാം. അയ്യോ, നമ്മൾ ഇതൊക്കെ ഈ കാണണേ. ഓടിക്കോ ഓടിക്കോ. ആരും പേടിക്കണ്ട, ദൈവനാമത്തില് എല്ലാവരും ഓടിക്കും. എല്ലാവരും ഓടിക്കും. അയ്യോ, ആരും പേടിക്കണ്ടാന്നേ. ഞാനൊരു മനുഷ്യൻ തന്നെയാ. ഈ ഇട്ടിരിക്കുന്നതെല്ലാം ഞാൻ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ. എന്തിനീ കള്ളാസ് മുഴുവൻ നിങ്ങളിങ്ങനെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്നേ? ഈ കടലാസ് പെരുങ്കടലാസല്ല. ഞാൻ എന്റെ 80 വർഷത്തെ ജീവിതം കൊണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ. സ്വർഗത്തിൽ ചെല്ലുമ്പോ എന്റെ ഈ അറിവ് മുഴുവൻ ദൈവത്തിന് വലിയ ഇഷ്ടാവും. അങ്ങനെ സ്വർഗത്തിൽ എനിക്ക് വലിയ സ്ഥാനം ഉണ്ടാവും. അല്ല പുള്ള, ദേ ഒരാളും ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. നിങ്ങൾ എവിടുന്നാ? ഇത് കഴിഞ്ഞ വലിയ സമ്മാനമൊക്കെ ഉണ്ടല്ലോ. ഞാൻ കറുവൂറ്റിൽ നിന്ന് വരുന്നു. ഇതെന്റെ യൂണിറ്റിലെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടിയ സമ്മാനമാണ്. ഈ സമ്മാനം സ്വർഗത്തിലെത്തുമ്പോൾ ഈശോയെ കാണിക്കണം. ഈശോയ്ക്ക് തീർച്ചയായും വലിയ സന്തോഷമാകും. അതിന് ഈ വാതിൽ തുറക്കണ്ടേ? നമുക്കിത് ചവിട്ടി പൊളിച്ചാലോ? അന്നോ അതെ. അതൊന്നും വേണ്ട, നമുക്കിവിടെ കാത്തിരിക്കാം. സമയമാകുമ്പോ എല്ലാം ശരിയാവും. ദേ ഒരു കുട്ടി വരുന്നു. ഹല്ലേലൂയ. എന്തായാലും നല്ല ഭംഗിയുള്ള വെച്ച്. എന്റെ പേര് അപ്പു. എനിക്ക് എത്ര വേഗം ഈശോയെ കാണണം. നിങ്ങൾക്കറിയോ, എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഇഷ്ടം എന്റെ ഈശോയാ. ഇന്നെന്റെ കുർബാന സ്വീകരണമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈശോയെ സ്വീകരിച്ചത്. എന്ത് രസമായിരുന്നു എന്നറിയോ? ഞാനും ഈശോയും ചുമ്മാമാര്. കുറച്ചു കഴിയുമ്പോ ഈശോയുടെ മടി കിടന്ന് ഞാൻ ഉറങ്ങും. അങ്ങനെ ഞാൻ എന്റെ ഈശോയും മാത്രം. അള്ളാ, ഈ വാതിൽ തുറക്കണില്ലല്ലോ എന്റെ പഠിച്ചോനെ. പരിപാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ പത്രോസ് വരുന്നു, പത്രോസ് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നിശബ്ദരായിരിക്കുക.
ദയവ് ചെയ്ത് എല്ലാവരും നിശബ്ദരായിരിക്കുക. നമ്മളിവിടെ മുണ്ടാണ്ടിരുന്നോളാം. ഞാൻ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പത്രോസ് പറയുന്ന നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിച്ച് പേര് വിളിക്കുന്ന മുറയ്ക്ക് ഓരോരുത്തരായി സ്വർഗത്തിൽ പ്രവേശിക്കണം. ആകെ മൊത്തം മരണം 12,132. അതിൽ ആദ്യം സ്വർഗത്തിലേക്കുള്ളവരെ ലിസ്റ്റ്. 1, ജീവിതത്തിൽ തനിക്ക് ലഭിച്ച നിമിഷങ്ങൾ നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങി വിശുദ്ധിയോടെ ജീവിച്ച് ഈശോയെ നെഞ്ചിലേറ്റിയ അപ്പുമോൻ. 2, മരണത്തിന് തൊട്ടു മുമ്പ് ഈശോയെ കുറിച്ചറിഞ്ഞപ്പോൾ തന്നിലെ പഴയ മനുഷ്യനെ ഒഴിഞ്ഞുമാറ്റി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ച ഭാസ്കരൻ. ദൈവമേ, നീ പാപിക്ക് സ്വർഗം തന്നോ? എന്റെ ദൈവമേ. സ്വർഗത്തിലേക്കുള്ളവരുടെ ലിസ്റ്റ് തീർന്നിരിക്കുന്നു. ബാക്കിയുള്ളവർ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുക. എല്ലാവരും നിശബ്ദരായിരിക്കുക. ഈ പുസ്തകത്തിൽ പേര് ചേർക്കപ്പെട്ടിട്ടുള്ള പേര് ഞാൻ വിളിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്ക് ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകാം. പത്രോസേ, ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം സേവനങ്ങൾ ചെയ്തു. പഞ്ചായത്തിലെ റോഡുകൾ നേരെയാക്കി, ഒത്തിരി പേർക്ക് കുടിവെള്ളം എത്തിച്ചു, പല സമരങ്ങളും നടത്തി. എന്നിട്ടും എനിക്ക് സ്വർഗമില്ലേ പത്രോസേ? നീ ഭൂമിയിൽ കുറെ കെട്ടിപ്പൊക്കി. അതൊന്നും നിനക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള യോഗ്യതയല്ല. ആത്മീയ വിശുദ്ധിയാണ് സ്വർഗത്തിന്റെ യോഗ്യത. പത്രോസേ, നോക്കിക്കേ, ഇത് മുഴുവനും ഞാൻ എന്റെ ജീവിതത്തിൽ സമ്പാദിച്ച സർട്ടിഫിക്കറ്റുകളാ. ഇതിൽ ബിരുദങ്ങളുണ്ട്, ബിരുദാനന്തര ബിരുദങ്ങളുണ്ട്, PhD ഉണ്ട്, MPhil ഉണ്ട്. ഞാൻ നേടാത്ത ബിരുദങ്ങളില്ല. എന്നിട്ടും എനിക്ക് സ്വർഗത്തിൽ ഒരിടമില്ലേ? പറ പത്രോസേ, എനിക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കില്ലേ? താങ്കൾ നേടിയ അറിവ് സ്വർഗത്തിന്റെ യോഗ്യതയല്ല. ദൈവികതം പ്രവർത്തിച്ച് ആത്മാവിന്റെ വില തിരിച്ചറിയുന്നവനാണ് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുക. എളിമയുണ്ടായാലേ സ്വർഗത്തിൽ പ്രവേശിക്കാനാവും. പത്രോസേ, അങ്ങ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞിട്ടും സ്വർഗത്തിന്റെ താക്കോല് കിട്ടിയില്ലേ? ഞാൻ തെരുവുകൾ തോറും സുവിശേഷം പ്രസംഗിച്ചു, രോഗശാന്തി നടത്തി, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി. എനിക്ക് സ്വർഗമില്ലേ? ദൈവം കരുണയുള്ളവനല്ലേ? വചനമത് പഠിപ്പിക്കുന്നില്ലേ? അതെ, മരണം വരെ ദൈവം കാരുണ്യവാനാണ്. എന്നാൽ മരണശേഷം ദൈവം വിധി നടത്തുന്ന ന്യായാധിപനാണ്. സമൂഹത്തിൽ നീ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു. നിന്റെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ക്രിസ്തുവിന് സാക്ഷിയാകുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ പറഞ്ഞ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മളിവിടെ നിന്നിട്ടൊരു കാര്യമില്ല. പാസ്റ്ററിന് കിട്ടിയില്ല, പിന്നെ നമുക്ക് കിട്ടോ? ബാ പോവാ. അല്ല മോനെ, നമ്മളൊന്ന് കടത്തി വിടുന്നേ. ഞമ്മക്ക് ഒരു പ്രാവശ്യം സ്വർഗം കണ്ടാ മതിന്നേ. നമ്മള് മലപ്പുറത്തുനിന്നാണ് പറയണത്. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടേ. ഒന്ന് കടത്തി വിടണ്ട മോനെ. ദൈവം ഓരോ മനുഷ്യർക്കും ഭൂമിയിൽ അനുദപിക്കാൻ
ധാരാളം അവസരങ്ങൾ നൽകുന്നുണ്ട്. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ മരണശേഷം കരഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെ ആ ബോധ്യം പോയി. നിക്കട പിള്ളേരെ, ഞമ്മളുണ്ട്. നിക്കട പിള്ളേരെ. എനിക്ക് ഈശോയെ കാണണം. എനിക്ക് കിട്ടിയ ഈ സമ്മാനം ഈശോയെ കാണിക്കണം. പത്രോസേ, നീ വിചാരിച്ചത് സാധിക്കും. ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഈശോയെ കണ്ടാൽ മതി. സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ളവരുടെ ലിസ്റ്റിൽ താങ്കളുടെ പേരില്ല. ഈ പുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. പത്രോസേ, നീ ഒന്ന് ശരിക്കൊന്ന് നോക്ക്. തീർച്ചയായും എന്റെ പേരുണ്ടാകും. ഞാൻ എന്റെ ഇളവകിക്കും യൂണിറ്റിനും വേണ്ടി എന്തെല്ലാം സേവനം ചെയ്തു, എത്ര പാവപ്പെട്ടവരെ സഹായിച്ചു. ഞാൻ ചെയ്ത നന്മകളുടെ ആകെത്തുകയാണ് ഈ സമ്മാനം. ഒരു പ്രാവശ്യം ഈശോയെ കണ്ടാ മതി. ഈ സമ്മാനം ഒന്ന് കാണിച്ചാ മതി എന്റെ പത്രോസേ. നീ ചെയ്ത പ്രവർത്തികൾക്ക് ഭൂമിയിൽ സമ്മാനം ലഭിച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിന്റെ സമ്മാനം ലഭിക്കണമെങ്കിൽ വിശുദ്ധമായ ഒരു ആത്മാവുണ്ടായിരിക്കും. തിരുവചനം നീ ഓർമ്മിക്കുന്നില്ലേ? ഒരുവൻ ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്തു പറ്റും? ദൈവമേ, ഈ പാപിക്ക് തെറ്റുപറ്റിപ്പോയല്ലോ. ലോകത്തിലുള്ള സകലതിന്റെയും വില ഞാൻ മനസ്സിലാക്കി. എന്റെ ആത്മാവിന്റെ വില ഞാൻ മനസ്സിലാക്കിയില്ല. എന്റെ ഈ അവസ്ഥ ഭൂമിയിൽ ആർക്കും വരുത്തല്ലേ. ഓരോ മനുഷ്യനും ഭൂമിയിൽ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിനൊപ്പം സ്വന്തം ആത്മാവിന്റെ വിലയും കൂടി മനസ്സിലാക്കണം. ഭൂമിയിൽ മനുഷ്യൻ രഹസ്യമായും പരസ്യമായും ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും സ്വർഗത്തിൽ വലിയ പ്രതിഫലം ലഭിക്കും. ദൈവമേ, ഇനി അങ്ങയെ കാണാൻ എത്ര വർഷമായാലും നല്ലൊരു ആത്മാവോടുകൂടി ഞാൻ കാത്തിരിക്കും. ഹേ മനുഷ്യൻ, നീ ദിവ്യകാരുണ്യമായ ഈശോയെ ഉള്ളിൽ സ്വീകരിച്ച് വചനമാകുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് ജപമാല കൈകളിലേറി പരിശുദ്ധ സ്നേഹത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ വിശുദ്ധ കുരിശിന്റെ പുറകെ അണിചേർന്നു നിന്നെയും കാത്ത കാരുണ്യവാനായ ഈശോനാഥൻ ഇരിക്കുന്നു. മരണം വരുമൊരു ഓർക്കുക മർത്യാനീ, കൂടെ പോരും ജീവിത ചെയ്തികളും. മരണം വരുമൊരു ഓർക്കുക മർത്യാനീ, കൂടെ പോരും ജീവിത ചെയ്തികളും. സത്കൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു ഓർക്കുക മർത്യാനീ, കൂടെ പോരും ജീവിത ചെയ്തികളും. यीशु ही
शादी के भीड़ में यीशु का पहला चमत्कार। काना नगरी में शादी के भीड़ में यीशु का पहला चमत्कार। पानी का दाग रस चाक कर खोजा हुआ परेशान। पानी का दाग रस चाक कर खोजा हुआ परेशान। काना नगरी में शादी के भीड़ में यीशु का पहला चमत्कार। पानी का दाग रस चाक कर खोजा हुआ परेशान। भूखों को खिलाकर मुर्गों को जिलाकर यीशु ने किए बड़े काम। भूखों को खिलाकर मुर्गों को जिलाकर यीशु ने किए बड़े काम। यीशु मसीह की जय, 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 यीशु मसीह की जय। अंधे वो देखते, गूंगे वो बोलते, लंगड़े वो चलते यीशु के नाम से। अंधे वो देखते, गूंगे वो बोलते, लंगड़े वो चलते यीशु के नाम से। अंधे वो देखते, गूंगे वो बोलते, लंगड़े वो चलते यीशु के नाम से। क्रूस को उठाकर, खून को बहाकर, मौत को हराकर दुनिया को जीत लिया। क्रूस को उठाकर, खून को बहाकर, मौत को हराकर दुनिया को जीत लिया। യേശുവിൽ സ്നേഹമുള്ളവരെ, 2023